ഹേയ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാനി 5 ടൈം ടു വേക്കപ്പിൻ്റെ ആക്ട് 2 കളിക്കുകയാണ് കേട്ടോ. കുറച്ച് ഡിലേ ആയി, ബട്ട് സ്റ്റിൽ കുറച്ച് റെക്കോർഡ് ചെയ്ത് സെറ്റാക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്കൊരു കീ നമ്മുടെ മറ്റേ ഒരു ഫ്രണ്ട്, ഒരു സയൻറ്റിസ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ നമുക്കിനി സ്ലീപ്പിനോട്ട് പോവാം. ചുമ്മാ എനിക്കണൊക്കെ എന്തിനാ സ്കിപ്പ് അടിക്കുക, സ്കിപ്പ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇതും വെച്ചിട്ട് ലൈബ്രറിയിലോട്ടാണ് പോകേണ്ടത്. ഞാൻ അവിടെ കിടന്ന് വട്ടം കറങ്ങാണല്ലോ. ഓക്കെ, നമുക്ക് ലൈബ്രറിയിലോട്ട് പോവാം. നമ്മുടെ ഇതേ സീക്രട്ട് റൂമിൻ്റെ ഡോറാണ് കേട്ടോ, ഡോറിൻ്റെ കീ ആണിത്. നമുക്ക് ബക്കറ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ബക്കറ്റ് മറ്റേ റൂഫ് ടോപ്പിൽ പോകുന്ന സ്ഥലത്താണുള്ളത്. ഒന്നാമത് ഈ ഒരു ഗെയിം നമുക്ക് പാർട്ടായിട്ട് കളിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു തവണ കളിച്ചു കഴിഞ്ഞാൽ ആക്ട് 1ഉം ആക്ട് 2ഉം കളിച്ച് തീർത്തിട്ടേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഒരു ഗെയിം എടുക്കുവാണെങ്കിൽ ആക്ട് 1 കളിച്ചിട്ട് മാത്രമേ ആക്ട് 2 കളിക്കാൻ പറ്റുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആദ്യം മുതൽ കളിക്കേണ്ടി വരും. അപ്പം അങ്ങനെ കളിച്ച് ഡിലേ ആയതാണ്. മാത്രമല്ല ആക്ട് 2 ഞാൻ അധികം കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കാര്യം അറിയില്ലായിരുന്നു. സോ ഞാനതൊക്കെ പഠിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്കൊന്ന് കോഗ്വീൽ കിട്ടി. പകുതിയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ട് 1 തന്നെ ഞാൻ കുറേ സാധനങ്ങൾ കണ്ടുപിടിച്ചു. നമുക്ക് ഒരുപാട് ഈ മറ്റേ എൻജിൻ പോലത്തെ സംഭവങ്ങൾ അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട്. കോഗ്വീലും കിട്ടി. ഇനി നമുക്ക് ഇവിടേക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് യെല്ലോ പ്ലസ് പർപ്പിൾ റെഡാണ് കേട്ടോ. റെഡ് കീ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും റെഡ് കീ ആവണമെന്നില്ല. അവിടെ ഏത് കീയും യൂസ് ചെയ്യും. ഈ ഗെയിമിന് എന്താ അറിയത്തില്ല, ഈ ഗെയിമിൽ എവിടെയൊക്കെ എന്തൊക്കെ കീസാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ചില സമയത്ത് ഈ ഡോറിൽ റെഡ് ആണെങ്കിൽ മറ്റേ ഡോറിൽ യെല്ലോ ആയിരിക്കും. അങ്ങനെ അപ്പോൾ നമുക്ക് ടേപ്പ് കിട്ടി. നമുക്ക് ഈ ഡോറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ അങ്ങ് ഒന്നുമില്ല. അവിടെയും കൂടെ ഒരു ഡോറുണ്ട്, അവിടെയും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല. നമുക്കിനി നേരെ ബക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അതായത് ഈ മറ്റേ നമുക്കൊരു ടൈം ട്രാവലറായിട്ടുള്ളൊരു മിഷനാണല്ലോ അവിടെ ഉള്ളത്. അങ്ങോട്ട് പോകാം. അപ്പോൾ ആ ഡോറിൻ്റെ കീ ഏതായിരിക്കും? വൈറ്റ് കീ ആയിരിക്കണം. വൈറ്റ് കീ എടുക്കാം നമുക്ക്. എന്നിട്ട് വൈറ്റ് കീ വെച്ച് തുറക്കാം. യെസ് ഗൈസ്, തുറന്നു. ഇതെനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഒരുപാട് കീസ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് തിക്ക് കേബിളൊക്കെ ഉണ്ട് കേട്ടോ. തിക്ക് കേബിൾ, ഫാൻ എല്ലാം ഉണ്ട്. ഹെക്സ് ബെഞ്ച് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് സ്ലെൻഡ്രീനയുടെ ഡയറി ഇട്ടിട്ട് നമുക്കൊരു സംഭവം കിട്ടുന്നില്ലേ, അതും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ നോക്കാം. യെസ് ഗൈസ്, നമുക്ക് ബ്ലൂ കോഗ്വീൽ കിട്ടി. ഇതും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. 3 കോഗ്വീലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെക്സ് വെഞ്ച് വേണം. പിന്നെ മറ്റേ സ്ലെൻഡ്രീന ഡയറി ഇട്ട് കിട്ടുന്ന ആ ഒരു സംഭവം കൂടെ വേണം. അപ്പോൾ നമുക്ക് അതും കൂടെ ഒക്കെ എടുത്തിട്ട് നേരെ വരാം. ഓക്കെ, അപ്പം ഈ ഒരു ഗെയിമിന് ആക്ച്വലി സൗണ്ട് ഇല്ല കേട്ടോ. സൗണ്ടില്ല. അപ്പം എൻ്റെ സൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. വേറെ ആരുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് ഗെയിമിന് സൗണ്ടില്ല. സോ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ബ്രഷ് എടുക്കണം. എന്നിട്ട് നമുക്കവിടെ ഡിക്ക് ചെയ്യാം. ഗൈസ്, ഗ്രാനി ശരിക്കും ടോയ്ലറ്റിലൊക്കെ സാധനങ്ങൾ ഉള്ളിലോട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിൽ പോയിട്ട് ഡയറി കിട്ടുന്ന സ്ഥലത്ത് പോവാം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ ഗ്രീൻ എഴുതി ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കീ ആയിരിക്കും. അപ്പം ഞാൻ ഗ്രീൻ കീ എടുത്തിട്ട് തുറന്ന് അതിൻ്റെ ഗ്രീൻ കീ അവിടെ ഇട്ടിട്ട് മാഗ്നറ്റ് കീ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ എത്ര റൂമുണ്ട്. ഈ ഒരു റൂമിൽ മാത്രമാണ് ഉള്ളത് ഈ മറ്റേ ഡയറി. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇത്രയും റൂമിൽ ഇവിടെ വേറെ ഒരു സാധനവുമില്ല. ഒരു ഡയറി മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഇത്രയും റൂമിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ യെസ് ഗൈസ്, കിട്ടി. സെൻട്രീനയുടെ ഡയറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബക്കറ്റിലിട്ടിട്ട് ബക്കറ്റും കൊണ്ട് നേരെ താഴത്തോട്ട് പോവാം. ഇത് ഇപ്പം നമുക്ക് ഈ കീ കാർഡൊക്കെ നേരത്തെ കിട്ടും. പക്ഷേ ഇതിപ്പോൾ പ്രാക്ടീസ് അല്ലാതെ സാധാ ഗെയിമാണെങ്കിലൊക്കെ
കീ കാർഡ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. കീ കാർഡ് ഗ്രാനിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ നമുക്കിനി ഇവിടെ ഡേർട്ടി ഗ്രീൻ കീ യൂസ് ചെയ്യാം. അതുമാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അത് യൂസ് ചെയ്തപ്പോൾ കയറിയതാണ്. ഇനി നമുക്ക് ഡയറി എടുത്തിട്ട് അതിലോട്ടിടാം. യെസ് ഗൈസ്, ഇവിടെ നമ്മുടെ ടെഡി വന്നിട്ടുണ്ട്. ആ ടെഡി ഇപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എൻജിൻ പോലെ. എന്താ അതിൻ്റെ പേര്? ഓക്കെ, വോട്ടെവർ. ഇനി നമുക്ക് ഹെക്സ് വെഞ്ച് വേണം. അതില്ലാതൊരു സാധനം നടക്കില്ല. ഇപ്പം ഹെക്സ് വെഞ്ച് എനിക്ക് സാധാരണ കിട്ടാറ് മുകളിൽ ലോണ്ട്രി റൂമിലാണ് കേട്ടോ. ലോണ്ട്രി റൂമിൽ ഒരു വെൻറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെ നിന്നാണ് കിട്ടാറ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നു. അവിടെ ഏഞ്ചലീനെ പൂട്ടിയിട്ടുണ്ട്. ഈ ഏഞ്ചലീനെ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന് നോക്കാം. എനിക്കറിയത്തില്ല. അപ്പോൾ അറിയാവുന്നത് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ബക്കറ്റ് അവിടെ വെച്ച് വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ നിന്ന് ഈ വെൻറ്റിലോട്ട് കയറുമ്പോഴേക്കും നമ്മൾ അവിടെ ആയിരിക്കും എത്തണം. നമുക്ക് കയറി നോക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ ഏഞ്ചലീനെ നമുക്ക് അൺടൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഹെക്സ് വെഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഈ വഴി പോയാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. നമുക്കിപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആക്ട് 1 തന്നെ നമുക്ക് പകുതി സാധനം കിട്ടി. ഹെക്സ് വെഞ്ച് ചെയ്യാൻ അവിടെ ഇട്ടിട്ട് പോയി. പകുതിയുള്ള സാധനങ്ങൾ നമുക്ക് ആക്ട് 1 കിട്ടിയായിരുന്നു. അപ്പം ആക്ട് 2 കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായുള്ളൂ. അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, ഒരു സാധനം എടുത്തില്ല ഗൈസ്. നമുക്ക് ടേപ്പ് കൊടുത്ത് ബെൽറ്റ് വാങ്ങാനുള്ളതാണ്. അപ്പോൾ ക്രോബാർ ഇവിടെയുണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാനിത് ടേപ്പ് എടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ അടിയിലോട്ട് പോകുമ്പോഴേക്കും ഒരു സ്ഥലം അവിടെ ടേപ്പ് വെച്ചാൽ നമുക്ക് ബെൽറ്റ് കിട്ടും. കിട്ടി ഗൈസ്, കിട്ടി. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഇതടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ സീക്രട്ട് റൂമിലോട്ട് പോവാം. അതായത് ടൈം ട്രാവലിംഗ് മെഷീൻ്റെ അടുത്തോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് താഴത്തോട്ട് പോവാം. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വെച്ച് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് കോഗ് വീൽസ് വെച്ച് തുടങ്ങാം. അല്ല, ഫസ്റ്റ് നമുക്ക് സ്ക്രൂ അൺടൈ ചെയ്യണം. ഇവിടെയല്ലോ, അപ്പുറത്താണ് ഗൈസ്, ഇവിടെ. നമുക്ക് സ്ക്രൂ അൺടൈ ചെയ്യാം. ഗൈസ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറ് പോലെ ഇവിടെയും കുറച്ച് നോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേരെ. അപ്പം നമ്മൾ സ്ക്രൂ അയച്ചിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. ഇവിടെ ഫാനാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഹെക്സ് വെഞ്ച് അവിടെ ഇടാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഫാൻ എടുത്തിട്ട് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എൻജിൻ വേണം. അപ്പോൾ നമുക്ക് എൻജിൻ എടുത്തിട്ട് നേരെ ഇവിടെ ഫിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിന് ശേഷം നമുക്ക് ബെൽറ്റ് എടുത്തിട്ട് ബെൽറ്റും ഇവിടെ തന്നെ വയ്ക്കാം. അതിന് ശേഷം കോക്ക് വീൽസ്, ഗ്രീൻ കോക്ക് വീൽ നമുക്ക് താഴെയാണ് കേട്ടോ. താഴെയല്ല, മറ്റേ മീഡിയമായിട്ട് നിൽക്കുന്ന അവിടെയാണ്. സോ നമുക്ക് അവിടെ വയ്ക്കാം. അതിന് ശേഷം റെഡ് കോക്ക് വീല് മുകളിലാണ് കേട്ടോ. മുകളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ അത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നമുക്ക് ഇനി ബ്ലൂ കോക്ക് വീൽ എടുക്കാം. ബ്ലൂ കോക്ക് വീല് വയ്ക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ആക്ട് 2 ആണ് ഭയങ്കര ഇഷ്ടം. കാരണം ആക്ട് 2 നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരു ഡോറ് തുറക്കുമ്പോഴേക്കും വി ആർ ഗോയിങ് ടു ഗ്രാനി 1, ഗ്രാനി 2, ഗ്രാനി 3. അത് നല്ല രസമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വേഗം അങ്ങനെ ചെയ്തിട്ട് അവിടേക്ക് പോകണം. ഓക്കെ, ഞാൻ സ്ക്രൂ ഇവിടെ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു
ഈ ഒരു എൻജിൻ അതിൻ്റെ പേര് അല്ല, തിക്ക് കേബിൾ. നമുക്കിനി തിക്ക് കേബിൾ ഫിറ്റ് ചെയ്യാം. ഈ ഒരു എൻജിൻ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെക്സ് ബെഞ്ച് വേണം. ഓക്കെ, ഇതാണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഹെക്സ് ബെഞ്ച് എടുത്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാം. യെസ് ഗൈസ്, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഫാൻ കറങ്ങുന്നു. യായ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് പുള്ളോത്തി പിന്നെ ചട്ടമ്പീസുമാണ്. നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ട്രിപ്പിലോട്ട് പോവാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇരുന്നു, നമ്മൾ ട്രിപ്പിൽ പോകുന്നു ഗൈസ്. ഇപ്പോൾ ഫുള്ളും എന്തൊക്കെയോ ലൈനൊക്കെ വരുന്നുണ്ട്. ഇതെന്തുവാട്ടെ, ഡിസ്കോ പാർട്ടിയാ? ഓക്കെ ഗൈസ്, നമ്മളതേ എങ്ങനെയൊക്കെയോ പോയിട്ട് എന്താ മനസ്സിലാവണില്ലല്ലോ ഒന്നും. ഗൈസ്, ഇതെന്താ യൂണിവേഴ്സോ? നമ്മളെവിടെയൊന്നും നമുക്ക് തന്നെ അറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളെ നമ്മൾ പോണേ നോക്കാം. ഞാൻ വോളിയം ഒത്തിരി കുറച്ചതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. യെസ്, നമ്മൾ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തി. ഇനിയാണ് നമ്മുടെ അടുത്ത സംഭവം. ഇനി നമുക്ക് ഡോറ് തുറക്കണം. ഈ ഡോറാണോ? ഇതല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു 2 ഡോറ് നമ്മൾ തിരിഞ്ഞു പോയോ. ശരി, നമുക്ക് ഈ ഡോർ തുറക്കാം. ഗൈസ്, ഇത് ഗ്രാനി 1 ആണ്, എല്ലാവർക്കും അറിയാലോ. ഇവിടുത്തെ ഡോറൊന്നും തുറക്കാൻ പറ്റണ്ട. ഓക്കെ, നമുക്ക് മാളിപ്പോവാം. ഗ്രാനി 2. ഗൈസ്, നമ്മൾ ഗ്രാനി 2-ലെത്തി. ഇവിടെ 2 ഡോറ്. ഗ്രാനി 3. ഗൈസ്, നമ്മൾ ഗ്രാനി 3-ലെത്തി. ഇനി ഗ്രാനി 4 പോകണ്ടോ? ഇല്ല ഗൈസ്, നമ്മൾ പുറത്തെത്തിയ. ഓക്കെ, ഈ പുറത്തെത്തുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം. കാരണം ഒരു ടെഡി ബിയർ നമുക്ക് വീഴും. ആ ടെഡി ബിയറിനെ പിടിച്ച് വെക്കുമ്പോഴാണ് നമ്മുടെ ബാക്കി കളിയും കൂടെ മുന്നോട്ട് പോകുള്ളൂ. അപ്പം ഞാൻ എന്താ ഇവിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നുമില്ല, പുറകിലും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. നമ്മളെ ഒരു ചുറ്റി തെറിപ്പിക്കുമെന്ന്. ഇതെന്തുവാണ്, ഒരു ഹിഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇവിടെ ആയിരുന്നില്ല യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കുഴപ്പമില്ല. ഗൈസ്, ദേ ടെഡി ബിയർ കിടക്കുന്നു. നമുക്ക് ആ ടെഡി ബിയറിനെ പോയി എടുക്കാം. ഞാൻ എടുത്തു. എന്ത് ഗൈസ്, ടെഡി ബിയർ പറക്കുന്നു. എടോ, ഇത് ആ മറ്റേ ഇതല്ലേ, യു ആർ ഗുഡ് അറ്റ് ചാലഞ്ചസ്, വിൽ ലെറ്റ് മീ ഗിവ് യു. അപ്പം ഗൈസ്, ഇവർ നമ്മളെ കൂടെ നിൽക്കുന്നതാണോ അതോ വരുന്നില്ലോ? ഒന്നോ മരമൊക്കെ ചാടി. ഇനി എന്ത് ചെയ്യും ഗൈസ്? പെട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തത് ഫുൾ വൈറ്റാണല്ലോ. It's time to wake up. ഗൈസ്, ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, they are scientist. What the hell was it? Yourself and the Weber, we are not responsible for this. So that's we did necessary researches. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. Thank you for taking a part of this. Your phone number remains with us.
ഇപ്പോൾ ഗൈസ് നമ്മളൊരു എക്സ്പെരിമെൻറ്റിലായിരുന്നു. ഓക്കെ ഗൈസ്, ഇവർ ഗ്രാനി 6ൻ്റെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാനി 6 ഞാൻ ഇതുവരെയും കളിക്കാത്തൊരു സാധനമായതുകൊണ്ട് നമുക്ക് 6 പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ട് നമുക്കിനി അടുത്ത വീഡിയോ അതാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് തോന്നുന്നു. ഇത് തീർന്നോ? നമുക്ക് നോക്കാം. ഇവിടെ സ്കിപ്പ് ടാബ് ഉണ്ട്. ഞാൻ സ്കിപ്പ് ടാബ് വെച്ച് നോക്കി. ദിസ് ഇസ് റിയലി ദ എൻഡ് ആണോ? എനിക്കറിയില്ല. ഐ തിങ്ക് നോട്ട് സംതിങ് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. ഗൈസ്, ടാക്സി വന്നു. നമുക്ക് ടാക്സിയിൽ പോവാം. പ്ലീസ് വെയിറ്റ്, ഐ നീഡ് ടു റിമെമ്പർ ദ അഡ്രസ്. അപ്പോൾ യുവർ പാത്ത് ഹാസ് നോ എൻഡ്. Why are you even talking about? Is this a kind of joke? End of what? Main question. Are you sure? Guys, ടാക്സി ഡ്രൈവർ ഗ്രാൻഡ് പേ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ എൻഡായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എന്താ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.